നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഈവനിംഗിലേക്ക്. ഇന്ന് ഈ വൈകുന്നേരവും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കേരളത്തിൽ ഈ മഴയുണ്ടാക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ്. പലയിടങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടായിട്ടുണ്ട്. കടലാക്രമണ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ തീരപ്രദേശങ്ങളിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കേണ്ട മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത്. ഇന്നും കനത്ത മഴയുണ്ട്. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമാണ്. കനത്ത മഴയിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. എറണാകുളം എടവനക്കാട് തെരുവിലിറങ്ങി ജനങ്ങൾ പ്രതിഷേധവുമായി നിന്നിരുന്നു. വൈപ്പിൽ മുനമ്പം സംസ്ഥാന പാത ഉപരോധിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയുമാണ്. മഴക്കെടുതികൾ തന്നെയാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഇന്ന് ഈ ചർച്ചയിൽ ന്യൂസ് ഈവനിംഗിൽ തത്സമയം പങ്കെടുക്കുന്നുണ്ട്. ഇനി ഈ തീവ്രമഴ എത്ര നാൾ ഉണ്ടാകും, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. മഴ ദുരിതം തുടരുകയാണ്. തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് വിവിധ ഇടങ്ങളിൽ നിന്ന്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മേധാവി ശ്രീമതി നീത കെ ഗോപാൽ നമ്മളോടൊപ്പം ഇന്ന് ഈ വൈകുന്നേരം തത്സമയം ഉണ്ടാകും. തീവ്രമായ മഴ കേരളത്തിൽ ഇനി എത്ര നാൾ കൂടി പ്രതീക്ഷിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമ്മളോടൊപ്പം ഉണ്ടാകും. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ IAS കൂടി ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് വിവിധ ഇടങ്ങളിൽ നിന്ന്. 2 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരമെന്ന് നമുക്ക് നോക്കാം. അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. അലക്സ്, ഈ മണിക്കൂറുകളിലൊക്കെ തന്നെ പലയിടങ്ങളിലും വേറിട്ട് പല ഇടങ്ങളിലായിട്ട് മഴ പെയ്യുന്നുണ്ട്. ശക്തമായ കാറ്റും മഴയും എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ തിരമാലകൾ ഉയരുന്ന സാഹചര്യം തീരപ്രദേശങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അലട്ടുന്നുണ്ട്. നമുക്ക് ഹൈറേഞ്ചുകളിൽ അവിടെ സ്വാഭാവികമായിട്ടും ഈ മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയുണ്ട്. മരം വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ശക്തമായ മഴ ഇനി വരുന്ന മണിക്കൂറുകളിലും തുടരാൻ തന്നെ ആണ് സാധ്യത എന്നതാണോ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന മുന്നറിയിപ്പ്? എന്താണ് അലക്സ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായും അതായത് 2 ദിവസം കൂടി സംസ്ഥാനത്ത് ഈ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ കാരണമായി അവർ പറയുന്നത് ഈ വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. മധ്യ ഗുജറാത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്തോട് കൂടുതൽ അനുകൂലമായി വീശുകയും ചെയ്യുന്നുണ്ട്. അത് ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമായി, അതായത് ഈ കാലവർഷം സജീവമാകാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുമ്പോൾ 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ വടക്കൻ കേരളത്തിലെ ഈ ജില്ലകളിൽ ലഭിക്കാം എന്നാണ് പ്രവചനം. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഇന്ന് നൽകിയിട്ടുണ്ട്. നാളെ 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 40-45 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അത് വൈകുന്നേരങ്ങളിലും അതുപോലെ രാത്രി കണ്ടുമൊക്കെ മലയോര മേഖലയിൽ ഈ മഴ കനത്തു തന്നെ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പലയിടങ്ങളിലും മഴ അത്തരത്തിൽ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രവചനം. സമാനമായി തന്നെ കേരള തീരത്തും
ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് അതായത് 2.7 മീറ്റർ മുതൽ 3.3 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് കേരള തീരത്ത് സാധ്യതയുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം കടലേറ്റത്തിന് സാധ്യത ഏറെയാണ് കേരള തീരത്ത്, പ്രത്യേകിച്ച് ഈ ജില്ലകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർശനമായ ജാഗ്രത തീരദേശവാസികളും അതുപോലെ മത്സ്യത്തൊഴിലാളികളും തുടരേണ്ടതുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. കാരണം അറബിക്കടലിൽ ശക്തമായ കാറ്റ് മണിക്കൂർ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നുണ്ട്. ശക്തമായ മഴ 2 ദിവസം കൂടി തുടരും. 2 ദിവസത്തിന് ശേഷം ഈ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഗോപി, ശരി, ശക്തമായ മഴ 2 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ മഴയുടെ തീവ്രത കുറയും. ഇതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിന്റെ സാരാംശം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിൽ കഴിയുന്നവരും തീരപ്രദേശങ്ങളിൽ കഴിയുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടുന്ന മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് എന്നാണ്. മീൻപിടുത്തക്കാർ കടലിൽ പോകാൻ പാടില്ല. തിരമാലകൾ, ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റോടുകൂടിയുള്ള കനത്ത മഴ, അതാണ് പ്രവചിക്കപ്പെടുന്നത്. ഏതായാലും 2 ദിവസം കൂടി ഈ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിലെ മേധാവി ശ്രീമതി നീത കെ ഗോപാൽ നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. അതോടൊപ്പം തന്നെ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, കാലാവസ്ഥാ വിദഗ്ധനും നമ്മളോടൊപ്പം വൈകുന്നേരമുണ്ട്. ശ്രീമതി നീത കെ ഗോപാൽ മാഡം, ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് 2 ദിവസം കൂടി അതിശക്തമായ മഴ എന്നാണ്. കേരളത്തിൽ ഉടനീളം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണോ ഉള്ളത്, അതോ മേഖലകൾ തിരിച്ച് അതിന്റെ തീവ്രത നമുക്ക് പ്രവചിക്കാറായിട്ടുണ്ടോ? എന്താണ് അതിന്റെ സാധ്യതകൾ? നമസ്കാരം. ഇന്നത്തെ നിലയനുസരിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളൊഴിച്ച് വടക്കോട്ടുള്ള ജില്ലകളിലാണ് നമ്മൾ ശക്തമായ മഴയ്ക്കുള്ള അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള, അതായത് 12 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ നാളെ ഈ മഴയുടെ അളവ് ഗണ്യമായി, ശക്തി ഗണ്യമായി കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കൊടുത്തിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി കൂടിയുണ്ട്. അപ്പോൾ അതിനുശേഷം അതിന് തെക്കോട്ടുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നുമില്ല. എൻ്റെ അർത്ഥം സാധാരണഗതിയിലുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ്. 3-ാം ദിവസം മുതൽ, അതായത് ശനിയാഴ്ച മുതൽ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും മഴയെ സംബന്ധിച്ചെടുത്തില്ല. കാരണം നമ്മൾ സാധാരണയായി കാലവർഷക്കാലത്ത് പ്രതീക്ഷിക്കാവുന്ന മിതമായതോ നേരിയതോ ഉള്ള മഴ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എന്നിരുന്നാലും ഈ മഴ കുറയുന്നത് കൊണ്ട് ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് ഇടിമേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മഞ്ഞ ജാഗ്രത കൊടുത്തിട്ടുണ്ട്. ഇടിമേഘങ്ങളോ ഇടിയോടുകൂടിയുള്ള മഴയ്ക്കോ സാധ്യതയുള്ളതുകൊണ്ട് ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ. പിന്നെ അതിനുശേഷം ജൂലൈ 4 മുതലാണ് പിന്നെ ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ മഴയിൽ ഗണ്യമായ കുറവുണ്ടാവുന്നുള്ളതെന്ന് തന്നെ കരുതിയും അതിനനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും നിവാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ. നീത മാഡം, ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകരും കാലാവസ്ഥാ വിദഗ്ധരും ഒക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇതൊരു ഞാറ്റുവേല, തിരുവാതിര എന്നത് ഈ സമയത്തൊരു മഴക്കാലമാണ്. അത് സ്വാഭാവികമായിട്ടുമുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു സ്വാഭാവിക തോതിലുള്ള മഴയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ പെയ്യുന്നത്? കഴിഞ്ഞ ഈ 2 ദിവസങ്ങളിൽ അസാധാരണം അല്ലെങ്കിൽ അസ്വാഭാവികം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ചില ഈ വീടുകളിലെ മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലൊരു സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണോ ശ്രീമതി നീത? ഈ അടുത്ത കാലവർഷങ്ങളിൽ, ഈ കഴിഞ്ഞ കാലവർഷങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മഴയോടൊപ്പമുള്ള മഴയാണെങ്കിൽ അതിശക്തമായ മഴ, പണ്ടുണ്ടായിരുന്ന കാലവർഷക്കാലത്തെ മഴ പോലെയല്ല നമ്മളിപ്പോൾ കാണുന്ന കാലവർഷക്കാലത്തെ മഴ. ചുരുങ്ങിയ സമയത്തിന് വളരെ ഉയർന്ന അളവിലുള്ള മഴ പെയ്യുന്നു. അതുപോലെ തന്നെ ശക്തമായ കാറ്റ് വീശുന്നു. അപ്പോൾ സാധാരണഗതിയിൽ മൺസൂൺ കാലങ്ങളിൽ അല്ലെങ്കിൽ കാലവർഷകാലങ്ങളിൽ പണ്ട് മഴക്കെടുതി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത്രയും തീവ്രമായ നിലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഇതുവരെയുള്ള അനുഭവവും ഒബ്സർവേഷനുകളും കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റ് വീശിയിരുന്നു. അതിനുള്ള വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നുവെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക്
തടയാൻ പറ്റാത്ത ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. ഇത് സാധാരണയാണെന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷേ ഇനി സാധാരണമായേക്കാം എന്നേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. കാരണം കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് ലോകരാഷ്ട്രങ്ങളും എല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് അതിതീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. മാഡം ഇപ്പോൾ പറഞ്ഞത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത, അതായത് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് ഈ വടക്കൻ മലബാറിൽ ഉള്ള ജില്ലകളിലാണ് അല്ലേ? കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ ബാക്കി പ്രദേശങ്ങളിലൊക്കെ പരക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, തീവ്രത കുറഞ്ഞ നിലയിൽ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉണ്ട്. തീവ്രത കുറഞ്ഞ നിലയിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യത 2 ദിവസം കൂടി നീണ്ടു നിൽക്കുന്നുണ്ട്. ഇന്നും നാളെയാകുമ്പോൾ തീവ്രത വീണ്ടും കുറയും. അതിനുശേഷം സാധാരണ നിലയിലേക്കുള്ള സാധാരണഗതിയിലുള്ള മിതമായതോ നേരിയ തോതിലുള്ള മഴയെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞോളൂ. അല്ല മാഡം, ഞാൻ പറയാൻ വന്നത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ വന്നത് ഈ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ അതിവേഗം മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിനകത്തോ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്തോ പുതിയ മുന്നറിയിപ്പുകൾ വരികയാണ്. ഇപ്പോൾ ശാന്തമാണ്, അല്ലെങ്കിൽ ഇനി വലിയ തീവ്രമായ മഴയ്ക്ക് സാധ്യതയില്ല, വ്യാപകമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് ഒരു അതിതീവ്ര മഴയുടെ കാലാവസ്ഥാ പ്രവചനം വരികയാണ്. അപ്പോൾ ഈ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലൊക്കെ ഈ പ്രവചനത്തിൽ മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു പക്ഷേ ഇത് 2 തരത്തിലുള്ള പ്രവചനങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, 24 മണിക്കൂറിൽ ഒരു പെയ്യുന്ന ആകെ മഴയുടെ അളവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ കനത്ത മഴ, അത്യന്തം കനത്ത മഴ, അതിതീവ്ര മഴ എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. അതുകൂടാതെ അത്യാവശ്യ ഘട്ടത്തിൽ, അതായത് അത്യാവശ്യമായി അറിയിക്കേണ്ടുന്ന ചില മുന്നറിയിപ്പുകൾ, അതായത് ഈ 24 മണിക്കൂറിനകത്ത് ചില സ്പെല്ലുകൾ അല്ലെങ്കിൽ ചില ഇടവേളകൾ ഉണ്ടാവാം, അതിശക്തമായ കാറ്റുണ്ടാവാൻ അല്ലെങ്കിൽ അതിശക്തമായ മഴയുണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ നൗകാസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഈ വളരെ അടുത്ത കാലത്താണ് നമ്മളത് ഈ നൗകാസ്റ്റ് പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഈ 24 മണിക്കൂറിനുള്ളിൽ ആ ഇടവേളയിൽ തീവ്രത കൂടിയതായ ചില കാറ്റോ മഴയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ നൗകാസ്റ്റ് എന്ന് പറയുന്നത്. അത് 3 മണിക്കൂർ നേരത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. 3 മണിക്കൂർ നേരത്തേക്ക് മാത്രം വാലിഡ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റാണ് നമ്മൾ നൗകാസ്റ്റ് പറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജില്ലാതല മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത് 24 മണിക്കൂറത്തേക്കാണ്. അതേസമയം ഈ നൗകാസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ശക്തമായ കാറ്റ് അല്ലെങ്കിൽ ശക്തിയായ മഴ പെയ്യാൻ, ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് പെയ്യാൻ, ചില ജില്ലകളിൽ പെയ്യാൻ സാധ്യതയുള്ളപ്പോഴാണ് നമ്മൾ ഈ നൗകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുപക്ഷെ അങ്ങനെ മാറിപ്പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ജില്ലാതല മുന്നറിയിപ്പുകൾ ഒരു ദിവസം നമ്മൾ 4 പ്രാവശ്യം നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെയുള്ള നിരീക്ഷണം, റഡാർ രേഖപ്പെടുത്തിയ മഴയുടെ അളവ്, റഡാറിൽ നിന്നുള്ള ഒബ്സർവേഷനുകൾ, സാറ്റലൈറ്റ് ഒബ്സർവേഷൻ, ഇതെല്ലാം വെച്ച് നമ്മളെപ്പോഴും ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനനുസരിച്ചുള്ള അപ്ഡേഷനും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഒരു 24 മണിക്കൂറത്തേക്ക് നമ്മൾ ഒരു ഏകദേശം ഒരു ധാരണ എന്നുള്ള രീതിയിൽ തന്നെ വിചാരിക്കാം. അവനൊരു മുന്നറിയിപ്പ് കൊടുത്താൽ അതിലെന്തെങ്കിലും കാര്യമായ വ്യതിയാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ 4 പ്രാവശ്യം ഒരു ദിവസം 24 മണിക്കൂർ 4 പ്രാവശ്യം ഈ അപ്ഡേഷൻ നടക്കുന്നത്. അതിന് കൂടാതെയാണ് ഈ നൗകാസ്റ്റ് എന്ന് പറഞ്ഞ, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന ഈ നൗകാസ്റ്റ് എന്ന് പറയുന്ന മുന്നറിയിപ്പുകൾ ഇപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി മാഡം, ഈ തിരുവനന്തപുരം കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ഈ ആളുകൾക്ക് നേരിട്ട് ഇത്തരം ഈ നൗകാസ്റ്റ് ആണെങ്കിലും അതല്ല 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥ പ്രവചനമാണെങ്കിലും അവർ വളരെ വേഗം അവരിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനമുണ്ടോ? ഉണ്ട്. നമ്മൾ ഈ ഫോർകാസ്റ്റുകളും വാർണിങ്ങുകളും എല്ലാം കൊടുക്കുന്നത് നമ്മൾ SDMAക്കാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾക്കാണ്. അപ്പോൾ അത് പബ്ലിക്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമായിട്ടും അവരുടേതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് SMS ആയി പലരുടെ മൊബൈലുകളിൽ അത് എത്തുന്നുണ്ടാവാം, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സചേത് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ.
ആ ആപ്പ് നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് നൗകാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വാർണിംഗ് അലേർട്ടായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സചേത് SACHET, അതുപോലെ തന്നെ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ MAUSAM എന്ന് പറയുന്ന ഒരു ആപ്പും ഉണ്ട്. നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലെ കാലാവസ്ഥയും അവിടെ എന്തെങ്കിലും വാർണിങ്ങോ അലേർട്ടോ എന്തുണ്ടെങ്കിൽ അതും വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആപ്പുകൾ വളരെ ഫലപ്രദമായ രീതിയിൽ പൊതുജനം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടി. കാരണം പലപ്പോഴും ഒറിജിൻ ആരാണെന്ന് അറിയാതെയോ ഒക്കെ മിസ്ഇൻഫർമേഷൻ ഒത്തിരി, അതായത് തെറ്റായതോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകങ്ങളായിട്ടുള്ളതോ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പലപ്പോഴും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മോശമായ സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പലരും ഷെയർ ചെയ്യുന്നതായിട്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നിൽക്കാനും കൂടി ഇങ്ങനെയുള്ള സർക്കാർ ഏജൻസികളുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരുന്ന ആപ്പുകളും അങ്ങനെയുള്ള സർവീസസുകളും ഉപയോഗിക്കണമെന്ന് കൂടിയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ശരി, അതേതായാലും പ്രേക്ഷകർ കാണുന്നുണ്ട് മാഡം. അതായത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സജേദ് എന്ന് പറഞ്ഞ SACHET സജേദ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ആ ആപ്പിലൂടെ നമുക്ക് കാലാവസ്ഥയിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ MAUSAM എന്ന് പറയുന്ന ഒരു ആപ്പുമുണ്ട്. ഈ ആപ്പുകളിലൂടെ നമുക്ക് അതാത് സമയങ്ങളിൽ വരുന്ന കാലാവസ്ഥയിലെ മാറ്റങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതാണ്. കാരണം തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഫോൾസ് മെസ്സേജസ് ധാരാളം ഈ ടെക്സ്റ്റുകളായി വാട്സാപ്പിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ നല്ലതും ഈ 2 ആപ്പുകളായിരിക്കും, സജേദും അതോടൊപ്പം തന്നെ മോസമും. നമ്മളോടൊപ്പം ഇനി നമുക്ക് അതിഥിയിലേക്ക് പോകാം. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമ്മളോടൊപ്പം ഉണ്ട്. അതിനു മുൻപ് നമുക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ളൊരു റിപ്പോർട്ട് കൂടി കാണാം. കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തിരുവല്ല തിരുമൂലപുരത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. ചക്കുളത്തകാവ് നീരേറ്റുപുറം മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ട്യൂഷൻ സെൻറ്റർ തുറന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ട്യൂഷൻ സെൻറ്റർ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ട് അടപ്പിച്ചിട്ടുണ്ട്. പന്തളം കടക്കാട് തകർന്ന വീട് ഉണ്ട്. അവിടെ ആ തകർന്ന വീടിന് മുന്നിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? തീർച്ചയായും രാവിലെ മുതൽ മലയോര മേഖലകളിൽ അടക്കം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഏതാണ്ട് ഒരു തീരപ്രദേശം അല്ലെങ്കിൽ പുഴയുടെ തീരമെന്ന് പറയാം. പന്തളം കടക്കാട്, അതൊരു റോഡ് സൈഡിലെ വീടാണ്. അത് പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയാണ്. ആയിഷാബിയും മകൻ താജുദ്ദീനും അടങ്ങുന്ന കുടുംബമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഈ 2 പേരും തീർത്തും അവശരായ ആളുകളാണ്. ഉമ്മയും അതുപോലെ തന്നെ മകനുമാണ്. അവരായിരുന്നു ഇതിനകത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയാണെന്ന് തോന്നുന്നു ഈ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു വീഴുമ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ അതിനകത്ത്, ഈ 2 പേരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. അതിൻ്റെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മകനും പേരക്കുട്ടിയും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? വീട് പഴയ വീടാണ്, മഴയത്ത് ഇടിഞ്ഞു വീണതാണ്. രാവിലെ അവർ സുഖമില്ലാത്ത 2 പേരും, ഞാൻ എൻ്റെ മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവർ ഒരു മജ്ജമാറ്റിവെക്കൽ സർജറി രാവിലെ 11:30-ക്കായിരുന്നു സംഭവം. ഞാൻ അവരെ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് കാപ്പി കൊണ്ടുവന്ന് കൊടുക്കാൻ വന്നിട്ട് കാപ്പി കഴിക്കാൻ ഇരുന്നപ്പോഴേ അത് ഇടിഞ്ഞു വീണു. അങ്ങനെ ഞാൻ അവരെ അവിടെ കസേരയിൽ ഇരുത്തിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കാൻ പോയപ്പോഴാണ് ബാക്കി ഇടിഞ്ഞു വീണത്. അകത്തുണ്ടായിരുന്ന അമ്മ കട്ടിലേ കിടക്കുമായിരുന്നു. ഞാൻ വിളിച്ച് വെളിയിൽ ഇറക്കിയിട്ടാണ് പോയത്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് സംസാരിച്ചിട്ട് അതാണ് അവസ്ഥ. വീടിന്റെ അകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണുന്നത്. ഈ കട്ടിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. ആ സമയത്ത് തൊട്ടപ്പുറത്തെ ഭാഗം, ഗോപി, അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. തൊട്ടപ്പുറത്തെ ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഈ കട്ടിൽ അവർ കിടക്കുന്ന സമയത്ത് മകനും തീരെ അവശനാണ്, അവരപ്പുറത്തുണ്ട്. എന്തായാലും അവർ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഭാഗം ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. മൺകട്ട കൊണ്ട് ഉണ്ടാക്കിയ ചുമരാണ്, വർഷങ്ങൾ പഴക്കമുള്ള വീടാണ്. സ്വാഭാവികമായി ഇനി ഇതിനകത്ത് താമസിക്കാൻ അവർക്ക് കഴിയില്ല. മറ്റു സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അധികൃതരോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹമാണ് ഇവിടുത്തെ MLA. ഇവിടുത്തെ അധികാരികളൊക്കെ തന്നെ ഇവിടെ റവന്യൂ സംഘം അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഉമ്മയാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ഉമ്മയെ കാണാം. ഈ ഉമ്മയും ഈ മകനുമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് ആ മകനോട് നമുക്ക് ചോദിക്കാം. അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അല്ലേ ആ സമയം? എന്തായിരുന്നു സംഭവിച്ചത്? പെട്ടെന്ന് ആ മഴ തീർന്നപ്പം മൊത്തത്തിൽ ഇടിഞ്ഞ് താഴോട്ടങ്ങ് വീഴുകയായിരുന്നു. മാറിയതായിരുന്നു അല്ലേ ആ സമയം? മഴ മാറിയപ്പോൾ ഇത് മൊത്തത്തിൽ ഇടിഞ്ഞ് താഴോട്ടങ്ങ് വീണു. ശബ്ദം ഉണ്ടായിരുന്നു. 85 വയസ്സല്ലേ ഉമ്മയ്ക്ക്? 85 വയസ്സായ ഐഷാബി എന്നാണ്. പേടിച്ചോ? ഞങ്ങൾ
രണ്ട് വെളിയിലിരുന്ന് ആഹാരം കഴിച്ചു കൊടുത്തുണ്ട്. ഈ പുറത്ത് വന്ന് താഴെ വീണ്. കുഴപ്പമില്ലമ്മ, ശരിയാവും. മക്കളൊക്കെ അടുത്തുണ്ടല്ലോ, ശരിയാവുമ്മ, കുഴപ്പമില്ല. ഉമ്മ വളരെ വിഷമത്തിലാണ്. കാരണം അവർ ജനിച്ച വീടാണത്. സ്വാഭാവികമായി അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരൊരു വൈകാരിക പ്രശ്നം കൂടിയാണ് ഗോപി. ഇത്തരത്തിൽ പല മേഖലയിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മലയോര മേഖലയിലേക്ക് രാത്രികാല യാത്രാ നിരോധനമുണ്ട്. ഒരു കാരണവശാലും അത് ലംഘിച്ചുകൊണ്ട് രാത്രികാല യാത്ര നടത്തരുതെന്ന് കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ട്യൂഷൻ സെന്ററുകൾ അടപ്പിക്കുന്ന നിലപാട് വരെ വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. യെല്ലോ അലർട്ടിലേക്ക് മാറിയെങ്കിലും അതൊരു ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള ഒരു ജാഗ്രത വേണമെന്ന കർശനമായ നിർദ്ദേശം. പത്തനംതിട്ട കടക്കാട് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴും പല മേഖലകളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആകാശം കാർ മേഘാവൃതമാണ് ഗോപി. ഓക്കെ, ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഈ പ്രദേശങ്ങളിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് വലിയ മതിൽക്കെട്ടുകൾക്ക് അടുത്ത് നിൽക്കുക, കുട്ടികളെ അത്തരം അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, കുട്ടികളുടെയൊക്കെ സുരക്ഷ പ്രത്യേകം തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളോടൊപ്പം ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, കാലാവസ്ഥ വിദഗ്ധൻ, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ മഴയെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്നൊരു വിവരം, ചിലപ്പോൾ ഒരു പ്രദേശത്തെ വളരെ ചെറിയൊരു ലോക്കൽ ഏരിയ എന്ന് നമ്മൾ പറയുന്ന വളരെ പ്രാദേശികമായ ഒരു ഇടത്ത് പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്യുന്നു. അതിന് നമ്മൾ ഈ ലഘുമേഘ വിസ്ഫോടനം എന്നൊക്കെയാണ് കാലാവസ്ഥാ വിദഗ്ധർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി അനുഭവങ്ങളിൽ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ചില പുതിയ പ്രതിഭാസങ്ങൾ കാണുകയാണ്, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു ഋതുഭേദങ്ങളിലൊക്കെ വന്നു പോകാറുള്ള മഴയുടെ കാലത്ത് നമുക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടായാലും പുഴ കവിഞ്ഞൊഴുകുന്നതായാലും അതല്ലെങ്കിൽ വീടുകൾ ഇടിഞ്ഞു പോകുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കാലാവസ്ഥയിൽ കാര്യമായ അല്ലെങ്കിൽ അപ്രവചനീയ സ്വഭാവത്തോടു കൂടിയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയാണല്ലോ. ഇതൊരു ആഗോള പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണോ അതോ സവിശേഷമായ നമ്മുടെ ഏതെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതാണോ? ഇത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ആഗോള വ്യാപകമായിട്ടുള്ള മാറ്റങ്ങളും ലോക്കലായിട്ടുള്ള മാറ്റങ്ങളും ഇതിന് പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങളും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആഗോള വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഈ ആന്ത്രോപോജനിക് മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങൾ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പ്രതിഫലിക്കുന്നുമുണ്ട്. പിന്നെ മറ്റൊന്ന് ചാക്രികമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ അറിയാം, നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എൽനിനോ, എൻസോ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. അത് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ മൺസൂണിനെ വളരെയധികം കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എൻസോ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റേജിലാണ്. അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മറ്റൊന്നുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് പെസഫിക് ഡെക്കേഡൽ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 20-30 വർഷം കൂടുമ്പോൾ പെസഫിക്കിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അതായത് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് താപനില ഏറിയും കുറഞ്ഞും കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ പെസിഫിക് ഡെക്കേഡൽ ഓസിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3 ആണ്. അതായത് നെഗറ്റീവ് ഫേസ് ആണ്. നമ്മുടെ പസഫിക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് താപനില ഏറി വരുന്ന ഒരു അവസരമാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. കാരണം ഗ്ലോബിൻ്റെ ഒരു സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗ്ലോബിൻ്റെ മറ്റൊരു സ്ഥലത്ത് കാലാവസ്ഥയെ അത് ബാധിക്കും. അത് ടെലി കണക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം, എൽനിനോ ഉണ്ടാകുമ്പോൾ ഇവിടെ മഴക്കുറവ് അനുഭവപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടെലി കണക്ഷൻ പസഫിക് ഡെക്കേഡൽ ഓസിലേഷനും കേരളത്തിലെ കാലാവസ്ഥയായിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ആ ഒരു ഫിനോമിനൻ ഇപ്പോൾ ന്യൂട്രൽ സ്റ്റേജിലായിട്ടിരിക്കുകയാണ്. അല്പം കൂടി ഒരു പോസിറ്റീവ് സ്റ്റേജിൽ വന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മൺസൂൺ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം 20% കുറവാണെന്നാണ് ഇന്ന് വരെ ഉള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിയുന്നത്. കഴിഞ്ഞ 2 ദിവസമാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ മഴ. സാധാരണ ആ ദിവസങ്ങളിൽ കിട്ടാറുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. അപ്പോൾ അതിപ്പോൾ 2-3 ദിവസം കൂടി തുടരുന്നതാണല്ലോ നമ്മളിപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചെറിയൊരു കുറവ് അനുഭവപ്പെടും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അറബിക്കടലിലെ താപനില ഏകദേശം 4 ഡിഗ്രിയിൽ കൂടുതൽ, കരയേക്കാൾ 4 ഡിഗ്രി കൂടുതലാണ്. 28-29 ഡിഗ്രി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായിട്ട് ഉള്ള ആ ഒരു ഹ്യൂമിഡിറ്റിയിലെ വർധനവ്, ഈർപ്പത്തിൻ്റെ അളവിലെ വർധനവ്, അവിടുത്തെ ടെറൈൻ്റെ പ്രത്യേകത മൂലം ധാരാളം മേഘഭാഗങ്ങൾക്ക് രൂപം കൊടുക്കുകയും അത് ഒരു നിശ്ചിത പ്രദേശത്ത് തങ്ങി നിന്ന് അവിടെ വളരെ വലിയ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങൾ അതിനൊരു വളരെ വലിയൊരു ഹേതുവായിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് എയർ പൊല്യൂഷൻ, ധാരാളം പാർട്ടിക്കിൾ കണ്ടൻറ്റ്, എയറോസോൾ കണ്ടൻറ്റ് അന്തരീക്ഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടൻസേഷൻ ന്യൂക്ലിയർ
ധാരാളമായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മേഘം പെട്ടെന്ന് രൂപം കൊള്ളുകയും അത് പെട്ടെന്ന് അതിൻ്റെ ത്രെഷോൾഡ് ഇല്ലാതായിട്ട് അത് മഴ പെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കതിനായിട്ട് ഒരു എതിർവാദമുണ്ട്. കാരണം എല്ലാ മഴകളും ഒരു ക്ലൗഡ് ബേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വാല്യൂ നമ്മൾ നിശ്ചയിക്കുമ്പോൾ 9.9 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൽ ആ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, സെൻറ്റിമീറ്റേഴ്സ് മഴ 1 മണിക്കൂർ പെയ്ത് കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും ഒരു മഴയാണ്, വളരെ ശക്തമായിട്ടുള്ള മഴയാണ്. 12 സെൻറ്റിമീറ്റർ പെയ്താലും ഒരു മഴയാണ്. അപ്പോൾ നമുക്ക് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് മെട്രോളജിക്കൽ ഫിനോമിനൻ നമ്മൾ തൽക്കാലം തള്ളിക്കളയാം. കാരണം എല്ലാ മഴകളും ഒരുതരം മേഘത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്, ഒരു കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററെന്നോ 20 സെൻറ്റിമീറ്ററെന്നോ നമ്മൾ വർഗീകരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പെസിഫിക് ഡെക്കേഡൽ ഓസിലേഷനുമായിട്ട് വളരെയധികം ബന്ധം ഇതിനിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, പ്രത്യേകിച്ച് ഇന്ത്യൻ പെനിൻസുലാർ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയനൊക്കെ പെസിഫിക് ഡെക്കേഡൽ ഓസിലേഷൻ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ധാരാളം പഠനങ്ങൾ ആ മേഖലയിൽ വരേണ്ടതായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മൺസൂണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൺസൂൺ വന്ന വഴി തന്നെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ മൺസൂൺ എത്തിയ ആ ഒരു പാറ്റേൺ, കാറ്റിൻ്റെ വഴി വളരെ വ്യത്യസ്തമാണ്. ഈ അടുത്ത ദിവസങ്ങളിലെ കാറ്റിൻ്റെ ഗതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിലാണ് നമ്മളുടെ പടിഞ്ഞാറത്തു നിന്നുള്ള കാറ്റ് ശക്തമായിട്ട് വരേണ്ടതായിട്ടുള്ളത്. ആ കാറ്റിൻ്റെ ഗതി എങ്ങനെയിരിക്കും എന്ന് ആശ്രയിച്ചിരിക്കും ആ പൊട്ടൻഷ്യൽ റിലീസ് വരുന്നത് ജൂലൈയിൽ. സാധാരണ ജൂലൈയിൽ നമുക്ക് അസ്വാഭാവികമായ രീതിയിൽ മഴ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു നിശ്ചിത എടുത്ത് പെയ്യുമോ അതോ മറ്റിടങ്ങളിൽ പരക്കെ പെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം മഴ കുറവായിരുന്നു, നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ എന്നാൽ കൂടുതലായിരുന്നു. അപ്പോൾ ഇത്തവണ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രീ മൺസൂൺ റെയിൻഫോൾ കൂടുതലായിരുന്നു, എക്സസ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ ജൂലൈ ഓഗസ്റ്റിലേക്കാണോ ജൂലൈ അവസാനത്തിലേക്കാണോ മാറുന്നതെന്നുള്ളത് കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. കാരണം ഒരു പാറ്റേൺ ഡെവലപ്പായി വരുന്നത് പെസിഫിക് ഡെക്കേഡൽ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതാണ് ഇപ്പം ബോധ്യമാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ അടുത്ത ആഴ്ചകളിൽ നല്ല മഴ പ്രതീക്ഷിക്കണം, പ്രത്യേകിച്ച് ജൂലൈയിൽ. ആ സമയത്താണ് നമുക്ക് ഈ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ സാധ്യത കൂടുതൽ. എന്നാൽ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന ഈ പ്രതിഭാസം എന്ന് പറയുന്നത് നിശ്ചിത ഇടങ്ങളിൽ തങ്ങി നിന്ന്, അതായത് കാറ്റിൻ്റെ ശക്തി കുറവാണ്. നോർമലി നമ്മുടെ കടലിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്ന കാറ്റിൻ്റെ ശക്തി കുറവാണ്. അതുകൊണ്ടാണ് ഈ കോസ്റ്റൽ ഏരിയയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. പിന്നെ ചില നിശ്ചിത ഇടങ്ങളിൽ, ഇപ്പോൾ ഉടുമ്പന്നൂർ പോലുള്ള ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റിടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമോ എന്നുള്ളത് കാണേണ്ടതാണ്. അത് ജൂലൈയിലാണ് അതിൻ്റെ ഏറ്റവും വൾണറബിളായിട്ടുള്ള കാലഘട്ടം. പ്രത്യേകിച്ച് ഒരു ജൂലൈ സെക്കൻഡ് വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ വൾണറബിളായിട്ടുള്ളൊരു കാലഘട്ടമായിട്ട് വരുന്നത്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഇത് നിരീക്ഷിച്ചിട്ട് വേണം. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ 24 മണിക്കൂറും ഇത് നിരീക്ഷിക്കുകയും അപ്പോഴുള്ള ഈ വിവരങ്ങൾ കൈമാറുകയും വേണം. പള്ളുരുത്തിയിലും മറ്റുമൊക്കെയുള്ള റഡാർ പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം. അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ എല്ലാവർക്കും കൈമാറണം. നമ്മളിപ്പോൾ ആപ്പുകൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊന്നുമില്ല. സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ, ആപ്പുകളും മൊബൈൽ ഫോണുകളും ഇല്ലാത്ത വെറും സാധാരണക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ ചെല്ലാനം പോലുള്ള ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ കടലോര മേഖലയിലുള്ളവർ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവർക്ക് വെള്ളം വീട്ടിലേക്ക് കയറുന്നു എന്ന് മാത്രമേ അറിയാവൂ, അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല മാത്രമേ അറിയാവൂ. അതുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കണം. സർക്കാർ ഏജൻസികൾ സാധാരണക്കാരിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത്. പണ്ട് നമുക്ക് ആകാശവാണി ഉണ്ടായിരുന്നു. നിത മാഡം പറഞ്ഞത് അത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി വഴിയാണ് അത് റൂട്ട് ചെയ്യപ്പെടുന്നത് എന്നിപ്പോൾ നേരത്തെ നിത മാഡം പറഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാരിലേക്ക് അത് എത്തിക്കണം. കാരണം അവരാണ് അതിൽ ഏറ്റവും അധികം എഫക്റ്റഡ് ആയിട്ട് മാറുന്ന ആളുകൾ. അതുകൊണ്ട് അവരിലേക്ക് ഈ വിവരങ്ങൾ മുൻകൂട്ടി എത്തുമ്പോൾ മാത്രമേ അവർക്ക് സുരക്ഷിതമായ ഇടങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനോ അതല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയോ അധികാരികളെ അറിയിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വിവരങ്ങൾ, അതിൻ്റെ ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ നടക്കേണ്ടതാണ്. ഞാൻ നിത മാഡത്തിലേക്ക് ഒരിക്കൽ കൂടി പോകട്ടെ. മാഡം, ഇനിയിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ 2 ദിവസമാണ് അതിതീവ്ര മഴ എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഏതൊക്കെ മേഖലകളിൽ, ഇപ്പോൾ തീരപ്രദേശം അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഇവർ എന്തൊക്കെ പ്രത്യേകമായി കരുതലെടുക്കണം?
ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ പറഞ്ഞ കമന്റിനെ പറ്റി ഒരു ചെറിയൊരു ഇത് ക്ലാരിഫിക്കേഷൻ വരുത്താൻ ആഗ്രഹമുണ്ട്. കാരണം ഈ ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് അതിപ്പോൾ ഓക്കെ ഞാൻ ആപ്പ് എന്ന് പറഞ്ഞതും വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് പറയണം. അതല്ലാതെ തീരപ്രദേശത്തുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് തീരപ്രദേശത്തുള്ള കമ്മ്യൂണിറ്റി വഴിയുള്ള പല സംവിധാനങ്ങളുണ്ട്. പോർട്ടും ഹാർഡും അവരെയൊക്കെ എഴുതി ഡിസ്പ്ലേ ചെയ്യുന്ന അങ്ങനെയുള്ള പല രീതികളുണ്ട്. കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലാതെയുള്ളത് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് NGOs അതിൻ്റെ അകത്ത് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദിലെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് തന്നെ ഒരു സ്ഥാപനമായ ഇൻകോയിസ് വഴിയാണ് ഈ സമുദ്ര തീരത്തുള്ള ഇങ്ങനെയുള്ള ഉയർന്ന തിരമാലകളും അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അതിനെപ്പറ്റിയുള്ള വാണിങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് NGOസും ഒക്കെ ആയിട്ട് മറ്റു ഫിഷർമെൻ കമ്മ്യൂണിറ്റി അങ്ങനെയായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പല രീതിയിൽ പല അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ഉപയോഗിച്ച് അവരിലേക്ക് ഈ മെസ്സേജ് സന്ദേശങ്ങളായി എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് അതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആപ്പ് എന്നുള്ളത് അങ്ങനെ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതെന്നുള്ളൂ. പക്ഷേ നമ്മൾ ഏറ്റവും അവസാനത്തെ ആൾ വരെ ഈ മെസ്സേജുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിലൊന്ന്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്താൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്നാലും ഇതെല്ലാം മറികടന്നുകൊണ്ട് ഏതെല്ലാം രീതിയിലും അവരിലേക്ക് മെസ്സേജുകൾ കോസ്റ്റൽ പോലീസ് ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ മെസ്സേജുകൾ അത്യാവശ്യം ജീവരക്ഷാ മെസ്സേജുകളെല്ലാം അവർക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഉണ്ട്. അതിനുള്ള പരിഷ്കാരങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ അത് മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2-3 ദിവസമായിട്ട് കനത്ത മഴ തുടരുന്നതുകൊണ്ട് മിക്കവാറും നദികളും തോടുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള അതുകൊണ്ട് ഇനി പെയ്യുന്ന ഏത് മഴയും ഒരു പക്ഷേ അതിൻ്റെ ആഘാതം കൂട്ടാനാണ് സാധ്യത. അതുപോലെ ഈ പറഞ്ഞ പഴയ വീടുകൾ, ചുമരുകൾ, മതിലുകൾ ഇവയൊക്കെ നനഞ്ഞു കുതിർന്നൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി പെയ്യുന്ന ഏത് മഴയും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ ഏത് അതോറിറ്റി ആയിക്കോട്ടെ തരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെ കാര്യമായി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ അവർ തരുന്ന ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതിൻ്റെ കൂടെ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കുക, അങ്ങനെ പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു സജഷൻ കൂടിയാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി നീത കെ ഗോപാൽ, തിരുവനന്തപുരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറാണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി മാഡം, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ എത്തിയതിനും. ഒരു ചെറിയ ഇടവേള എടുക്കുന്നു, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. മറ്റു പലയിടങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് 3 ജില്ലകളിൽ. വരും മണിക്കൂറുകളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമായ മണിക്കൂറുകളാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം നമ്മളോടൊപ്പം തുടരും. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത അതിശക്ത മഴയും അതിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള നേരിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ശക്തമായ കാറ്റിൽ ആലപ്പുഴ അമ്പലപ്പുഴയിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഷീറ്റ് വീണ് അമ്മയ്ക്കും 4 വയസ്സുള്ള കുട്ടിക്കും പരിക്കുണ്ട്. ഒഴിവായത് വൻ ദുരന്തമാണ്. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ സംഭവസ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, ഇത് എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? മേൽക്കൂര പറന്നുപോയ അടുത്ത പാടത്ത് വീണു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ വന്നിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അമ്മയും കുഞ്ഞും അവർക്ക് അവരുടെ പരിക്ക് സാരമുള്ളതാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, ഞാൻ നിൽക്കുന്നത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കാക്കാഴം 11ാം വാർഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഉസ്മാൻ കുഞ്ഞിൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ഇവിടെ വലിയ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടിനെ പറ്റി ആദ്യം പറയാം. ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതം അവർ കാലങ്ങളായി അനുഭവിക്കുന്നതാണ്. ചെറിയ മഴ വന്നാൽ തന്നെ വലിയ വെള്ളക്കെട്ടാണ്. ഒരു വീട് ഇവിടെ പണിയാൻ തന്നെ വലിയ പാടാണ്. അഥവാ ഒരു വീട് പണിതാൽ താമസിക്കാൻ തന്നെ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥിതി. അങ്ങനെ ഇരിക്കുകയാണ് ഉസ്മാൻ കുഞ്ഞിൻ്റെ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു പോയത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു പാടത്തേക്ക് വന്ന് വീഴുകയായിരുന്നു. ഇവിടെ ഉള്ള സീലിംഗ് ഫാനും ഈ ഷീറ്റ് മേൽക്കൂര അടക്കം
പറന്ന് വെളുപ്പിനെ പുലർച്ചെ 5:30 തന്നെ ഇത് പറന്ന് ഈ രണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഫാന് ഈ ഷീറ്റെല്ലാം പറന്ന് പാടത്ത് പോയി. അകത്ത് ഉസ്മാൻ കുഞ്ഞിൻ്റെ ഭാര്യയും മരുമക്കളും കുടുംബവും തീരെ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ ഈ വീട്ടിനകത്തുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ടാണ് ആർക്കും പരിക്കുകളൊന്നും പറ്റാഞ്ഞത്. പക്ഷേ ചെറിയ പരിക്കുണ്ടായത് മരുമകൾ റഷീദയ്ക്കും 4 വയസ്സുകാരൻ മകനും പരിക്കുണ്ടായി. ഈ വീടിൻ്റെ പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് അകത്തെ മേൽക്കൂരയെ പറ്റി കാണാൻ സാധിക്കില്ല. പക്ഷേ അകത്തോട്ട് കയറിയാൽ കാണാം അകത്തെ ഒരു ഭാഗത്തും മേൽക്കൂര ഇല്ല. ഇനി ഇവർ എന്ത് ചെയ്യുമെന്നുള്ള വലിയ ഒരു ആശങ്കയിലാണ്. ഈ വീട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഉസ്മാൻ കുഞ്ഞ് പണിത്. നേരത്തെ ബേക്കറി ജീവനക്കാരനായിരുന്ന ഉസ്മാൻ കുഞ്ഞ് വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു താമസിച്ച് വന്നിരുന്നത്. പിന്നീട് കയ്യിലുള്ള പണവും ഒപ്പം തന്നെ മറ്റു ചില ആളുകളുടെ നിന്ന് പണവും കടം വാങ്ങിയൊക്കെ തന്നെ ഇങ്ങനെ ഒരു വീട് കെട്ടി. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ദുരന്തം, ഒരു പെരുമഴയുടെ രൂപത്തിലെത്തി. കാറ്റിൽ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും ഇങ്ങനെ തകർന്നു പോയി. ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു വലിയ ആശങ്കയാണ്. കയ്യിലുള്ള പണം കൊണ്ടാണ് അദ്ദേഹം ഈ വീട് കെട്ടിയത്. എപ്പോഴാണ് ഈ സംഭവം എങ്ങനെയായിരുന്നു? ഇന്നലെ രാവിലെ വെളുപ്പിന് 5:30 മണിക്ക് ആണ് സംഭവം. ഞങ്ങൾ 2 കുട്ടികളും തള്ളയും ഈ റൂമിലായിരുന്നു. ഞങ്ങൾ ഒരു കുട്ടിയും ഞങ്ങൾ 2 പേരും ഭാര്യയും ഭർത്താവും അവിടെ ആ മുറിയിലുമായിരുന്നു. അപ്പോൾ ആ മുറിയിൽ ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങുന്നത് ആദ്യം ഒന്ന് കണ്ടു കഴിഞ്ഞ് പിന്നെ അങ്ങ് ആരാണ്ടും എടുത്തോണ്ട് പോകുന്ന പോലെ അങ്ങ് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഷീറ്റും മൊത്തത്തിൽ അങ്ങ് ആരാണ്ടും പൊക്കിക്കൊണ്ട് പോകുന്ന പോലെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല, സംസാരം നിലച്ച പോലെ ആയിപ്പോയി. ഞാൻ ഓടി വന്ന് ഈ കുട്ടികളെയൊക്കെ പൊക്കി ബാത്റൂമിനകത്തോട്ടാക്കി. ബാത്റൂമിൻ്റെ ഭാഗം മേളിച്ചിരി വാർത്തതായതുകൊണ്ട് അതിനകത്ത് നിന്നില്ലെന്ന് എല്ലാവരെയും അതിനകത്തോട്ടാക്കി. ആക്കിയിട്ട് ഞാൻ ഓടി അയൽവക്കത്തൊക്കെ വിളിച്ച് കൂവാനായിട്ട് ഇവിടെ ഇറങ്ങി ഓടി ചെല്ലണം. എനിക്കാണ് ശരീരം തളർന്ന് വെള്ളത്തിൽ എന്തൊക്കെ വീണ് കിടപ്പുണ്ടെന്ന് അറിയാൻ വയ്യ, മഴയും വെള്ളമായിട്ട്. ഈ വീട് തന്നെ 17 വർഷം ഞങ്ങൾ വാടകയ്ക്ക് കിടന്നതിന് ശേഷമാണ് ഈ ആധാരം പണയപ്പെടുത്തി കുറച്ച് കാശ് വാങ്ങി. പിന്നെ അല്ലാതെ ബ്ലേഡ് പലിശക്കൊക്കെ കുറച്ച് കാശ്. കുട്ടികളുടെ പരിക്ക് എങ്ങനെയുണ്ട്? ഞങ്ങൾ കിടന്ന് വെളുപ്പിന് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം വീണു. എൻ്റെ മേത്തും വീണു, കുഞ്ഞിൻ്റെ മേത്തും വീണു. ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്തതിന് ശേഷം ഒച്ചത്തെ അങ്ങ് വിളിച്ചു. അത്ര രീതിയിലുള്ള വീഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കും കുഞ്ഞിൻ്റെ ഇവിടെ ഒരു പുറകിലൊരു വേദനയൊക്കെ ഉണ്ട്, പാടുമുണ്ട്. എനിക്ക് ശരീരവേദനയൊക്കെ ഉണ്ട്, ശരീരത്തോട്ട് മൊത്തം വീണത്. ആ ഇതിൽ ഭയങ്കര ഇപ്പോഴും ആ വേദന മാറുന്നില്ല. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇപ്പം നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല. എൻ്റെ അനിയൻ്റെ വീട്ടിൽ, പെങ്ങളുടെ വീട്ടിൽ ബന്ധുക്കളുടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ മറ്റു പരിചയക്കാരുടെ വീട്ടിലേക്കാണ് താമസിക്കുന്നത്. ഇനി ഇവർക്ക് എന്ത് തരത്തിലുള്ള സഹായം ആരെങ്കിലും നൽകുമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള സഹായത്തിന് വേണ്ടി ഇവർ നിൽക്കുകയാണ്. മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കാതെ ഇവർക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഗോപികൃഷ്ണൻ. മനീഷ് മഹിപാൽ, മനീഷ്, ഇപ്പോൾ ഇത് ഇവരുടെ വീട്ടിൽ മാത്രമുള്ള ഒരു സാഹചര്യമാണ്? അതായത് ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഇവരുടെ വീടിന്റെ ഭാഗത്ത് മാത്രമാണോ, അത് ആ പ്രദേശത്താകെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? മാത്രമല്ല, ഇവർ ഈ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഗോപീഷൻ, ഇത് ഈ പ്രദേശത്ത് ഈ വീടിൻ്റെ മാത്രം അവസ്ഥയല്ല, ഈ പ്രദേശത്തൊക്കെ തന്നെ കാലങ്ങളായി വെള്ളക്കെട്ടുള്ളതാണ്. ഇവിടെയുള്ള വാർഡ് മെമ്പർ കൂടി ഇതിനെപ്പറ്റി പറയും. ഇവരുടെ ഈ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് അടിയന്തര സഹായം ലഭ്യമാകുമോ? ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം എപ്പോഴെങ്കിലും ഉണ്ടാകുമോ? എന്താണ്? വെള്ളക്കെട്ടിന് ഇവിടെ തരിശ് ഭൂമിയാണ്, തൊട്ടപ്പുറത്ത് തോടാണ്. ഇപ്പോൾ തരിശ് സ്ഥലങ്ങളായതുകൊണ്ട് മഴ പെയ്താൽ ഉടനടി വെള്ളമാണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ആദ്യം ഉണ്ടായ മഴയ്ക്കും ഈ ഭാഗത്തുനിന്ന് ഒരു 10-12 വീട്ടുകാരോളം ക്യാമ്പിലായിരുന്നു. തൊട്ടടുത്ത് സ്കൂളിൽ ക്യാമ്പ് ഓപ്പൺ ചെയ്ത് ക്യാമ്പിലായിരുന്നു. അവരവസ്ഥയാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ ഇവർക്ക് അടിയന്തര സഹായമായിട്ട് നമ്മളിപ്പം ഇന്നലെ തന്നെ വില്ലേജ് ഓഫീസിനും പഞ്ചായത്തിലേക്ക് അറിയിച്ച് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇവിടെ വന്നു വേണ്ട രീതിയിലെല്ലാം കണ്ട് അടിയന്തര സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ ഇന്നലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് തഹസീൽദാരുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വാല്യുവേഷൻ എത്ര രൂപ നഷ്ടപരിഹാരം ഇന്ന് കണക്കാക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് വന്നു വാല്യുവേഷനൊക്കെ എടുത്തു. നമ്മൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ടുകളെല്ലാം വിടുകയാണ്. എന്തെങ്കിലും അടിയന്തര സഹായം കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ ഇവർക്കൊരു മോചനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം തൊട്ടടുത്ത ബന്ധു വീടുകളിലേക്ക് പോയി താമസിക്കാമെന്ന് പറയുന്നെങ്കിലും ഈ 3 കുഞ്ഞുങ്ങളും ഇവരുടെയും ഒരു പരിതാപകരം അവസ്ഥയിൽ സ്കൂളിലൊക്കെ പോണ കുട്ടികൾ അവരുടെ ബുക്കും പുസ്തകങ്ങളും എല്ലാം നനഞ്ഞു ആകെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് തന്നെ ഈ ഒരു കിടപ്പാട് ഇങ്ങനെ ഉണ്ടാക്കിയത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. ഇന്നലെ ഒരു 6:30 കഴിഞ്ഞ് ഞാൻ ഓടി ഇവിടെ വരുമ്പോൾ ആദ്യം എൻ്റെ ഗോപീഷൻ, അതായത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളടക്കമുണ്ട്. ഇവർക്ക് സ്കൂളിൽ പോകണം, ഇവരുടെ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സഹായം ഇവർക്ക് ലഭ്യമായാൽ മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഒരു സാധാരണ ജീവിതമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.
മനുഷ്യത് നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ. അവർക്ക് ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് അവർക്കൊരു സഹായം ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളെയും അവർക്കും ആദ്യം സുരക്ഷിതമായ ഇടത്തേക്ക് അവരെ മാറ്റണം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ആദ്യം ഉണ്ടാകേണ്ടത്. പിന്നെ തുടർന്ന് അവർക്ക് ഈ മഴയത്ത് സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ആ വീടിന് വരുത്തുകയും വേണം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഈ ശക്തമായ മഴയിലും കാറ്റിലും ദുരിതം അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഈ സംഭവം. നിയമസഭാ കെട്ടിടത്തിൻ്റെ മേൽത്തട്ടിൻ്റെ ഒരു ഭാഗം ഇളകി വീണ് ഒരു അപകടം. വാച്ച് ആൻഡ് വാർഡിന് പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, ഇതെങ്ങനെ സംഭവിച്ചു? ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? നിയമസഭാ ഹാളിന് തൊട്ടുപുറത്തുള്ള ഒരു തട്ടാണ് അല്പസമയം മുൻപ് ഇളകി വീണത്. അത് സാധാരണഗതിയിൽ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ തട്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗം ഇളകി വീണ് ഒരു വാച്ച് ആൻഡ് വാർഡിന്റെ മുകളിലേക്കാണ് പതിച്ചത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചെറിയ പരിക്കുണ്ട്. ആ പരിക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമിക പരിശോധന ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാര്യമായ പരിക്കല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ തുടരുന്ന സമയത്തു കൂടിയാണ് നിയമസഭാ കവാടത്തിന് തൊട്ടുപുറത്തുള്ള പ്രധാനപ്പെട്ട ആ കൊറിഡോറിലെ ഒരു ഭാഗം ഇളകി വീണത്. കാര്യമായ ആളുകൾ ആ പരിസരത്തില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന വിവരമാണിത്. നിയമസഭാ കെട്ടിടത്തിന്റെ മേൽത്തട്ടിലെ ഒരു ഭാഗം ഇളകി വീണ് അപകടമുണ്ടായിരിക്കുന്നു. വാച്ച് ആൻഡ് വാർഡിന് പരിക്കേറ്റിട്ടുണ്ട്. സാരമായ പരിക്കുകളല്ല. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കപ്പെടുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരം നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ചെറിയൊരു ഇടവേള, തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം വാർത്തയിലേക്ക് വീണ്ടും നമുക്കിനി പോകാനുള്ളത് കോട്ടയം ജില്ലയിലേക്കാണ്. കനത്ത മഴയിൽ കോട്ടയം തിരുവാതുക്കലിൽ വീടുകളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം കുമരകത്ത് കാറ്റ് വീശിയതിനെ തുടർന്ന് റോഡിലൂടെ പോയ ഓട്ടോയുടെയും ബൈക്കിന്റെയും നിയന്ത്രണം നഷ്ടമായി. വിജയപുരം പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ടോബി, എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ കുമരകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ മഴ ദുരിതം വിതച്ചിട്ടുള്ളത് എന്നാണ്. ശക്തമായ കാറ്റ് അവിടെ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ ഒക്കെ അതിശക്തമായ കാറ്റ് കുമരകം ഭാഗത്തുണ്ടായിരുന്നു. വീടിന്റെ മേൽക്കൂര പറന്നുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ടോബി, എന്താണ് നിലവിലെ സാഹചര്യം ഇപ്പോഴവിടെ? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്ര പേരുണ്ട്? എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും കുമരകം ഭാഗത്താണ് ഇന്നലെ ശക്തമായിട്ടൊരു 6:30-ക്ക് ശേഷം ഒരു കാറ്റ് വീശിയത്. ആ കാറ്റ് കുമരകം ഭാഗത്ത് വഴി തിരുവാതുക്കൽ ഭാഗത്തുകൂടിയൊക്കെ പോയി എന്നാണ് നമുക്ക് ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ നാശനഷ്ടം അതുകൊണ്ട് തന്നെ ഈ കാറ്റ് പോയ വഴിയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാതുക്കലാണ്. തിരുവാതുക്കൽ നമുക്ക് കാണാം, അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറിയത്. സാധാരണ നല്ല മഴ പെയ്ത് വെള്ളം കയറുമ്പോഴാണ് ഈ പ്രദേശത്തൊക്കെ വെള്ളം വരാറുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി മീനച്ചിലാർ കരകവിയുന്നതിന് മുൻപ് തന്നെ വെള്ളം ഇവിടെ കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നോടൊപ്പം ഇവിടുത്തെ കുറച്ച് നാട്ടുകാർ കൂടിയുണ്ട്. ചേട്ടാ, ഇത് സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുള്ളതാണ്, ഇത്തവണ പെട്ടെന്ന് വന്നതാണ്? പെട്ടെന്ന് വന്നതാ ഇത്തവണ. രാവിലെ വന്നത് ഒറ്റ ദിവസം കൊണ്ട്. ഈ വഴി ഒന്ന് പൊക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് വരെ നടക്കണം. ഇവിടെ വരെ ബസ് റൂട്ട് ഉള്ളതാ. ഇത് അങ്ങ് വരെ വെള്ളത്തിൽ കൂടെ നീന്തി നടക്കണം. ഇതൊന്ന് പൊക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. വീട്ടിലൊക്കെ വെള്ളം കയറിയോ? കാണാൻ നന്നായിട്ട് കയറിയിരിക്കുക. ചേട്ടാ, ഇന്നലെ കാറ്റ് വീശിയതിന് ഇവിടെ ഒരു മേൽക്കൂരയൊക്കെ പറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ഇന്നലെ വൈകുന്നേരം ഒരു 6:45 സമയമൊക്കെ ആയി കാണും. ആ സമയത്താണ് അതിശക്തമായിട്ടുള്ള കാറ്റ് ഈ ഒരു സൈഡ് വഴിയാണ് വീശിപ്പോയത്. അപ്പോൾ ഞങ്ങളിവിടെ മേളത്ത് നിലനിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് കാണാമായിരുന്നു ചില വീടുകളുടെയൊക്കെ മേൽക്കൂരകളെല്ലാം പറന്നു. അപ്പുറത്തെ ഒരു വീടിൻ്റെ 3 മേൽക്കൂര പറന്നുപോയി. പിന്നെ അവിടെ 2-3 വീടുകൾക്ക് കേടുപാട് സംബന്ധിച്ചിട്ട് പോസ്റ്റുകളെല്ലാം മറിഞ്ഞു വീണു. അതുപോലെ ഇഷ്ടംപോലെ നല്ല വലിയ നാശനഷ്ടമുണ്ട് ഗോപികൃഷ്ണൻ. കാരണം ഈ കുമരകത്ത് മഴ പെയ്യുന്നുണ്ട്, ഈ കോട്ടയം നഗരത്തിലുമൊക്കെ മഴ പെയ്തു. ഇന്ന് മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടെങ്കിലും ഇന്നലെ വീശിയ കാറ്റും മഴയുമാണ് ദുരിതം കൂടുതലായിട്ട് ഈ മേഖലയിൽ വരാനുള്ള ഒരു കാരണം. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പ് വിജയപുരം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെ 2 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴ വരും മണിക്കൂറുകളിലും ശക്തമായി പെയ്യും. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഗോപീഷ്. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. നമ്മളോടൊപ്പം കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് തുടരുന്നുണ്ട്. സർ, ഈ കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ പ്രവചനങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയാകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലേ? പക്ഷെ പലപ്പോഴും ഈ കനത്ത മഴയുടെ കാരണങ്ങൾ സംബന്ധിച്ച് വരുന്ന വിവരങ്ങളിൽ എപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ഇത്ര ശക്തമായ മഴ? എന്തുകൊണ്ടാണ്
വ്യാപകമായ മഴ എന്ന് പറയുമ്പോഴും അങ്ങനെ സംഭവിക്കാതെ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുന്നത് എന്നൊക്കെ തുടങ്ങിയുള്ള അവ്യക്തതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ, അതായത് നമ്മളുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് താളം തെറ്റിയ ഒരു കാലാവസ്ഥയായിരിക്കുമോ കേരളത്തിന് തുടർന്നും ഉണ്ടാകുക? അതിൽ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഈ ഭരണകൂടത്തിന് ചെയ്യാനുണ്ടോ? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഈ മാറ്റം എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള കാരണങ്ങളാണ്, പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ പരിചയിച്ച് വന്നിട്ടുള്ള പരക്കെയുള്ള നല്ല ശക്തമായ മഴ എന്നതിന് പകരമായിട്ട് ഓരോ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള മഴ എന്ന് പറയുന്നത്, അതിന് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ കടലിൻ്റെ താപനിലയും കരയുടെ താപനിലയും തമ്മിലുള്ള പ്രാദേശികമായിട്ടുള്ള വ്യത്യാസം, പിന്നെ ഒരു സ്ഥലത്തുണ്ടാകുന്ന വായു മലിനീകരണം, അതായത് ഇൻഡസ്ട്രിയലായിട്ടുള്ള വ്യവസായങ്ങളിൽ നിന്നുള്ള മലിനീകരണം അന്തരീക്ഷത്തെ ബാധിക്കുന്നുണ്ട്. അത് കൂടുതൽ മേഘഭാഗങ്ങൾ രൂപം കൊള്ളാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ പീരുമേടും നമ്മളുടെ കൂട്ടിക്കലൊക്കെ ഇട്ട് പെയ്തിട്ടുള്ള വലിയ മേഘങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഇങ്ങോട്ടുള്ള മധ്യ കേരളത്തിൽ നിന്നുള്ള ധൂളിയും എയറോസോൾസ്, അതായത് ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ധൂളിയും കടന്നു ചെന്ന് മലയോര മേഖലകളിൽ ഉയർന്നു പൊങ്ങിയിട്ട് അവിടെ മേഘഭാഗങ്ങൾ കൂടുതലായിട്ട് രൂപം കൊള്ളാൻ കാരണമായിട്ടുണ്ട്. അതായത് ഉയരുന്ന നീരാവി കണ്ടൻസ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഈ എയറോസോൾസ് കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കഴിഞ്ഞ 2017 2018 നമ്മൾ നല്ല മഴ, നമ്മൾ 2018 2019 നമ്മൾ പെട്ടെന്നുള്ള നല്ല വലിയ മഴ നമ്മൾ അനുഭവിച്ചത്. ഈ അസ്വാഭാവികം എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു പാറ്റേൺ നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓഗസ്റ്റിൽ വലിയ മഴ നമ്മൾ അനുഭവിച്ചു വരികയാണ്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള വേരിയബിലിറ്റി കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇപ്പോൾ നാച്ചുറൽ വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രകൃതിയായുള്ള മാറ്റങ്ങളാണ്, വ്യതിയാനങ്ങളാണ്. ഇപ്പോൾ ഒരു പ്രകൃതിയായുള്ള വ്യതിയാനം ഇപ്പോൾ വരാൻ കാരണമെന്ന് പറയുന്നത് സൂര്യൻ്റെ താപനിലയിലെ വർധനവ്. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സോളാർ മാക്സിമം എന്ന് പറയുന്ന അവസ്ഥയാണ്, അതായത് സൂര്യൻ്റെ താപം കൂടുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ ആഗോള വ്യാപകമായിട്ട് സമുദ്രങ്ങളുടെ ചൂട് കൂടുന്നത്. അതുകൊണ്ടാണ് ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടുന്നത്. പസഫിക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒരു ബാൻഡ് പോലെ ഇക്വേറ്ററിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നല്ല താപനിലയിൽ നിൽക്കും. 34 ഡിഗ്രി വരെയാണ് ഇന്ത്യൻ ഓഷ്യൻ്റെ താപനില വർദ്ധിച്ചത്. അതേസമയം ഇപ്പോൾ ഈ സോളാർ ആ ഒരു മാക്സിമത്തിലേക്ക് ഒരു 2 വർഷം കൂടി ഏകദേശം ആ ഒരു കാലഘട്ടം നിലനിൽക്കും. അങ്ങനെ ആഗോള വ്യാപകമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതിഫലിക്കും. ഒരു കാര്യം ആലോചിക്കേണ്ടത്, സമുദ്രങ്ങളുടെ താപനില കൂടുമ്പോൾ നീരാവിയുടെ വർധനവുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ വായു പൂരിതമാകും. ആ പൂരിതമായ വായുവാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നിശ്ചിത ഇടങ്ങളിൽ ഇപ്പോൾ കളമശ്ശേരിയിലെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ 38 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്, അതായത് സീ ലെവലിൽ നിന്നും 38 മീറ്റർ. തൃക്കാക്കര, കാക്കനാട് ആ മേഖല, അവിടെ വായു ഉയർന്നു പൊങ്ങാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ധൂളി കലർന്ന ഈർപ്പം കലർന്ന വായു ഉയർന്നു പൊങ്ങിയാണ് അവിടെ വലിയ മേഘഭാഗങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ശക്തമായിട്ടുള്ള വഞ്ചിയൂർ, തിരുവനന്തപുരത്ത് വഞ്ചിയൂരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 42 മീറ്ററാണ് ഉയരം സീ ലെവലിൽ നിന്ന്. അവിടെയും ഇതിനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് നിന്നുള്ള വരവാണ് നമ്മുടെ ആലപ്പുഴയിലും മറ്റു ഭാഗങ്ങളിലേക്കുള്ള. അവിടെ നീരാവി കൂടുതൽ, കാരണം ധാരാളം ജലഭാഗങ്ങളുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഈ കുട്ടനാടും മറ്റുമൊക്കെ നീരാവി ധാരാളമായിട്ട് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. ധൂളിയും കൂടെ ഇപ്പോൾ എറണാകുളത്തെ വ്യവസായങ്ങളിൽ നിന്നുണ്ടാകുന്ന ധൂളി അഫക്റ്റ് ചെയ്യുന്നത് ആലപ്പുഴയിലും ഇടുക്കിയിലും ഒക്കെയാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് 700-1000 കിലോമീറ്റർ ദൂരത്താണ് ഈ ധൂളി എത്തുന്നത്. അപ്പോൾ ഈ വികസനം തീർച്ചയായിട്ടും ഈ ധൂളിയുടെ വർധനവിന് കാരണമായിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ വീടുകളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ദിവസം നമ്മൾ നിലം വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ധൂളി അടിഞ്ഞു കൂടുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് പോന്നിട്ടുള്ള ഒരു രീതി പോലും അല്ല. നഗരങ്ങളിൽ മാത്രമല്ല, ഇപ്പം ഗ്രാമങ്ങളിൽ പോലും ഈ ധൂളിയുടെ വർധനവ് കേരളത്തിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ വായുവിൻ്റെ സ്ട്രക്ചർ തന്നെ മാറി. വായുവിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ സ്ട്രക്ചർ മാറി. അതുകൊണ്ടാണ് ഈ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിപ്പോൾ ഈ കൂടുതലായിട്ടുള്ള പ്രതിഭാസം കണ്ടുവരുന്നത്. മാത്രവുമല്ല, കാറ്റിൻ്റെ ശക്തി തൽക്കാലം കുറവാണ്. അടുത്ത ജൂലൈ 2ാമത്തെ ആഴ്ച വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ കാറ്റിൻ്റെ വർധനം ഉണ്ടാകാൻ. അതുവരെ ഈ കോസ്റ്റൽ ഏരിയ അല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ഇങ്ങനെ കൂടുതലായിട്ട് മഴ പെയ്യുകയും പിന്നീട് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതാണ്. കാറ്റിൻ്റെ തീവ്രത, സൊമാലി ജെറ്റ് എന്നൊക്കെ പറയും, അതിൻ്റെ തീവ്രത കൂടുമ്പോൾ ഇത് മലയോര പ്രദേശങ്ങളിലേക്ക് പോയി അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകും. താങ്കൾ പറഞ്ഞതുപോലെ ജൂലൈ 2ാം വാരം ആകുമ്പോഴാണ് മലയോര മേഖലയിലുള്ളവർ കുറെ കൂടി ജാഗ്രതയിൽ കഴിയേണ്ടി വരിക. കാരണം മണ്ണിടിച്ചിൽ പോലെയുള്ള ആ അപകട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട്. സർ, ഞാനിതായി വരുന്നു. ചാവക്കാട് ഒരു കടലാക്രമണം ചാവക്കാട് രൂക്ഷമാണ്. തൃശ്ശൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് പലതും തകർച്ചാ ഭീഷണിയിലാണ്. സംഭവ സ്ഥലത്ത് നിന്ന് സൂരജ് സജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എന്താണ്
ഈ ചാവക്കാട് മേഖലയിലെ നിലവിലെ സാഹചര്യം? തീരപ്രദേശങ്ങളിലുള്ളവർ ഭീതിയിലാണോ? ചാവക്കാട് അവിടെ കടൽ ആക്രമണം രൂക്ഷമാണോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തീർത്തും വലിയ ആശങ്കയിലാണ് ഈ ചാവക്കാട് നിവാസികളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കടപ്പുറം പഞ്ചായത്തിലാണ്. അത് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. എത്രമാത്രം ഈ വീടുകൾ തിരയെടുത്തു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിൽ ഈ തിര അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിൽ ആകെ തന്നെ ഉള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കടലാക്രമണം ഈ മേഖലയിൽ രൂക്ഷമാകുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം അത് ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടായി. അതേ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അടക്കം എത്തി ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പരിഹാര നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എല്ലാ വർഷവും ഈ മഴക്കാലമാകുന്ന വേളയിൽ തങ്ങളുടെ വീടുകളിലേക്ക് ഇതേപോലെ വെള്ളം ഇരച്ചെത്തും. പക്ഷേ ആ സമയത്ത് വരുന്ന വാർത്തകൾ, ആ സമയത്ത് വരുന്ന പ്രതിഷേധങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഈ തകർന്നു കിടക്കുന്ന ഈ കടൽഭിത്തി പോലും 18 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ്. അതിനുശേഷം ഇവിടെ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഈ കടൽഭിത്തി പണി കഴിപ്പിക്കുന്നതിന് പോലും കഴിഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് ഈ ടെട്രോപോഡ് സംവിധാനമോ പുലിമുട്ടോ വേണം. സമീപത്ത് അഴീക്കോട് 2 പുലിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള തിര കൂടി ഈ മേഖലയിലേക്ക് എത്തും. ഈ തിര നിയന്ത്രിക്കണമെങ്കിൽ ഇടയിൽ ഈ ചെറിയ ചെറിയ പുലിമുട്ടുകളോ ടെട്രോപോഡ് സംവിധാനം ഉണ്ടെങ്കിലോ മാത്രമേ ഈ തിര നിയന്ത്രിക്കുന്നതിന് കഴിയുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സംവിധാനവും ഒരുക്കാത്തതാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ ഈ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശവാസികൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എല്ലാ വർഷവും ദുരിതമാണല്ലേ? ഈ പ്രദേശത്ത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഈ തീരദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇത് അനുഭവിച്ചതുകൊണ്ട് ഞങ്ങൾക്കിത് പരിചയമായി. എല്ലാ വർഷവും ഇതേപോലെ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കുറച്ച് ആളുകൾ, ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു കഴിഞ്ഞ് ഇതിന് ഒരു പരിഹാരം ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അത് തന്നെയാണ് പറയുന്നത്. വാർഡ് മെമ്പർ ഉണ്ട് നമ്മളോട്. ഇപ്പൊ താൽക്കാലികമായി നമ്മൾ എന്തൊരു പരിഹാരം ഉദ്ദേശിക്കുന്നു? താൽക്കാലികമായിട്ട് ഇപ്പോൾ 4 ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ MLA മുഖാന്തരം ദുരന്ത നിവാരണ ഫണ്ട് നമുക്ക് വന്നിട്ടുള്ളത്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അടിയന്തരമായിട്ട് നമുക്കിവിടെ ജിയോ ബാഗ് നിർമ്മാണം ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ട് ആ 4 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു 300 മീറ്റർ ഇപ്പൊ ഉള്ളത് പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവണം എത്രയും പെട്ടെന്ന്. ഇത് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടണം എന്നുള്ളതാണ് ഈ കടപ്പുറം പഞ്ചായത്ത് വാർഡംഗം പോലും പറയുന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്താണ്, LDF ഭരിക്കുന്ന സർക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഈ ചാവക്കാട്ടുള്ളവർക്ക് പറയാനുള്ളത്. ഏതായാലും ചാവക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെയും കടലാക്രമണം രൂക്ഷമാണ്. തൃശൂർ ചാവക്കാട് വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ എല്ലാ തവണയും ഇതേ ദുരിതം അനുഭവങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഇതിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്, ഇടപെടൽ ആവശ്യമാണ് എന്ന് ചാവക്കാട്ടെ തീരദേശവാസികൾ ആവശ്യപ്പെടുകയാണ്. സുരേഷ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്, ചാവക്കാട്ട് നിന്നും ഈ വിവരങ്ങൾ എത്തിച്ചത്. ചെറിയ ഇടവേള, നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. വയനാട് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോൽപ്പുറത്ത് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന റോഡ് വെള്ളത്തിനടിയിലായി. നാട്ടുകാർ യാത്ര ചെയ്യുന്നത് പഞ്ചായത്ത് സജ്ജമാക്കിയ തോണിയിലും ടിപ്പർ ലോറികളിലുമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ കിട്ടിയത് വയനാട് ജില്ലയിലെ ലക്കിടി, തൃക്കൈപ്പറ്റ എന്നിവിടങ്ങളിലാണ്. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇവിടെ തുറന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വയനാട്ടിൽ എവിടെയൊക്കെയാണ് ഈ കാര്യമായി ഈ കനത്ത മഴ നാശം വിതച്ചിരിക്കുന്നത്? ഗോപി, നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മഴയിൽ കുറവുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയില്ല. ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ഈ റോഡ് മുറിച്ച് കിടന്നത് തോണിയിലാണ്. അതായത് വയലും ഒപ്പം തന്നെ റോഡും എല്ലാം തന്നെ മുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ റോഡാണ് ഇപ്പോൾ കാണുന്നത്. ചോലപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണിത്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത്. 13-ാം വാർഡാണ്. ഈ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന റോഡ് മുങ്ങിയ നിലയിലായിരുന്നു. അതിന് മാറ്റമുണ്ട്. ഇങ്ങനെ തന്നെയാണ് മറ്റ് പല സ്ഥലങ്ങളിലെയും പൊതുസ്ഥിതി എന്നുള്ളതാണ്. കാരണം മഴ വലിയ രീതിയിൽ കുറവുണ്ട്. മാത്രമല്ല മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുള്ള സാഹചര്യത്തിൽ ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവിടെ കാര്യമായ മഴ ഇല്ല എന്ന് വേണം നിലവിൽ പറയാൻ. പക്ഷേ ഈ സംസ്ഥാനത്തുടനീളം കണക്കുകൾ നോക്കുമ്പോൾ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. അത് ലക്കിടിയാണ്. ലക്കിടി 214 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. തൃക്കൈപ്പറ്റയിലും സമാനമായ രീതിയിൽ തന്നെയാണ്. ഒപ്പം തന്നെ കാപ്പിക്കുളം, ബാണാസുര സാഗറിന്റെ ഭാഗങ്ങൾ, അയ്യങ്കുന്ന് ഉൾപ്പെടെയുള്ള അത്തരം പ്രദേശങ്ങൾ, നിലവിൽ പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴയുണ്ട്.
സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട്. ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലയിടങ്ങളിലുമായി. അത് പുൽപ്പള്ളിയിലാണ്. പുൽപ്പള്ളിയിൽ കാറ്റിലും മഴയിലും റോഡിന് കുറുകെ മരം വീണ് വീടിന്റെ മതിൽ തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെന്മേനി കുന്താണിയിൽ മരം വീണ് ഈ ബൈക്ക് യാത്രികന് പരിക്കേൽക്കുന്ന അനുഭവവും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഒരിടത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അത് പുത്തൂർ വയലിലാണ്. പുത്തൂർ വയൽ കോളനിയിൽ കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നേരിയ നാശനഷ്ടങ്ങളാണുള്ളത്. പക്ഷേ നേരത്തെ രാവിലെ എല്ലാം തന്നെ ചെറുപുഴയും അതുപോലെ തന്നെ കല്ലൂർ പുഴയും ഉൾപ്പെടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാം തന്നെ വെള്ളം വാരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ മഴ വീണ്ടും ചെറിയ രീതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മങ്ങിയ മൂടിയ കാലാവസ്ഥയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ വലിയ രീതിയിൽ മഴ ഇപ്പോൾ പെയ്യുന്ന സാഹചര്യമുണ്ട്. രാത്രിയിൽ എങ്ങനെയാകും നില എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലത്തെ അനുഭവം തന്നെയാകും ഉണ്ടാവുക. താഴ്ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറും. കബനി പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കബനി പുഴയുടെ കൈവഴിയായ പനമരം പുഴയിലും ശക്തമായ നീരൊഴുക്കാണ് ഉള്ളത്. അതായത് ചെറിയ പുഴകളെല്ലാം തന്നെ ഒഴുകിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഏതായാലും വയനാട്ടിലെ സാഹചര്യമാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തുമാണ് നാളെ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതകളുള്ളത്. ഏതായാലും 2 ദിവസം കൂടി കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രധാനമായും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലബാർ മേഖലയിലെ 3 ജില്ലകളിലാണ്: കണ്ണൂരും കാസർഗോഡും മലപ്പുറവും. ഏതായാലും വലിയ ജാഗ്രതയും കരുതലും ആവശ്യമായ മണിക്കൂറുകളാണ് കാലവർഷത്തെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത്. നമുക്ക് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയത് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് പ്രജിൻ സി കണ്ണനുമൊപ്പം സോനാജലി. ഉടൻ നമസ്കാരം.